നീതൂസിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും മാമിന്റെ ഫസ്റ്റ് ക്ലാസ് ആയപ്പോഴത്തേക്കും ഞാൻ ഉറപ്പിച്ചു ഞാൻ ഇപ്രാവശ്യം ഞാൻ എക്സാം എഴുതും. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് മാം. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് മാം. ഞാൻ ഒരു ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ടേ അല്ല മാം. റീഡിംഗ് ലിസണിംഗ് 430, സ്പീക്കിംഗ് 410 ആൻഡ് ഫോർ റൈറ്റിംഗ് 370 ആണ്. 3 മൊഡ്യൂളിന് 400 എബോവ് ആണ് സ്കോർ മേടിച്ചേക്കുന്നത്. ഒട്ടും ചെറുതല്ലാത്തൊരു കാര്യമാണ്. ഞാൻ എന്റെ വീട്ടിനടുത്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള 2 അക്കാഡമിയിൽ പഠിച്ചായിരുന്നു. 2 തവണ കൂടുതൽ ഒഴിച്ച് എഴുതിയായിരുന്നു. എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ ചോദിച്ച എല്ലാരും തന്നെ നീതൂസ് ആണ് ബെസ്റ്റ്. അപ്പൊ നീതൂസിൽ തന്നെ ജോയിൻ ചെയ്യുന്ന നല്ലതെന്ന് പറഞ്ഞു. 270 നിന്ന് എന്റെ ലിസണിങ്ങിന്റെ സ്കോർ ആണ് 350 പോയത്. ഓൺലൈൻ ക്ലാസ് ഒക്കെ കുറെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്റെ ശരിക്കും പറഞ്ഞ ഒരു 6ാമത്തെ അറ്റംപ്റ്റ് ആണ്. ഇങ്ങനെ ഒരു സ്കോർ ഒന്നും ഞാൻ എന്റെ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ച സ്കോർ അല്ല. അപ്പം എനിക്ക് ശരിക്കും നല്ല സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. കുറെ പ്രാവശ്യം എഴുതി കിട്ടിയില്ല. അവസാനമാണ് ഞാൻ ഈ നീതൂസില് വരുന്നത്. ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ട് നീതൂസില് കയറുന്നത്. ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കത് കിട്ടിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെന്റെ 5th അറ്റംപ്റ്റ് ആയിരുന്നു. നീതൂസിൽ വന്നിട്ടുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ശരിക്കും എനിക്ക് 290 എന്നുള്ള സ്കോറിൽ നിന്ന് ഞാൻ 380 എത്തി റീഡിങ്ങും 350 എത്തി ലിസണിങ്ങും. അത് ഉറപ്പായിട്ടും നീതൂസിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമാണ്. എനിക്ക് ഏറ്റവും നീതൂസിൽ ഓഫ്ലൈനിൽ വന്നിട്ട് ഏറ്റവും നല്ലൊരു ഇതായിട്ട് തോന്നിയത് നീതൂസിന്റെ ലിസണിംഗ് ലാബാണ്. ആ ഒരു വലിയൊരു ഹെഡ്ഫോണും അത് ഒറിജിനൽ എക്സാമിന് നമ്മൾ ഇരിക്കും പോലെ തന്നെ. പറയാൻ വാക്കുകൾ ഇത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് 22 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും 22 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 42 ക്വസ്റ്റ്യൻസും അത്ര വൃത്തിയായിട്ട് നമുക്ക് പറഞ്ഞു തരും. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ഇങ്ങനല്ലല്ലോ, ഇതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇതായിരിക്കും, ഇപ്പൊ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും എന്നായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള മറുപടി. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല മാം. അതിനുള്ള മറുപടി നമ്മൾ ചോദിച്ചില്ലെങ്കിലും വിനോദ് സാറിന്റെ ഒക്കെ ക്ലാസ്സിൽ സാറ് പറഞ്ഞത് ഇത് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ട് സാറ് പറഞ്ഞു തരുമായിരുന്നു. ഉറപ്പായിട്ട് ഞാൻ പറയുന്ന അവിടുത്തെ എന്റെ ടിപ്സും ട്രിക്സും തന്നെയാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. എല്ലാവരോടും പറഞ്ഞു നീതൂസിൽ ജോയിൻ ചെയ്താൽ മസ്റ്റായിട്ട് നമ്മളെ കൊണ്ട് പറ്റുമെന്ന്. എന്റെ കൂടെ എഴുതിയത് 3 ടൈംസ് 4 ടൈംസ് ഒക്കെ എഴുതി എന്റെ കൊളീഗ്സിന് കിട്ടിയിട്ടില്ലായിരുന്നു. അവരോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു ഈ എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ നീതൂസിൽ ജോയിൻ ചെയ്യിപ്പിക്കും. സോ വൺസ് അഗൈൻ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വീണ്ടും നീതൂസിന്റെ ഒരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റുമായിട്ട് നമ്മൾ എത്തിയേക്കുവാണ്. യെസ്, അപ്പോ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഉണ്ട്, ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ട്. യെസ്, ഓഫ്ലൈൻ സ്റ്റുഡൻസിന് ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. യെസ്, വി വിൽ സ്റ്റാർട്ട് വിത്ത് ഐശ്വര്യ. യെസ് ഐശ്വര്യ, പറഞ്ഞേ എങ്ങനെയുണ്ടായിരുന്നു നീതൂസിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ജേർണി? എങ്ങനെയുണ്ടായിരുന്നു? ഐശ്വര്യയുടെ സ്കോർ ഒന്ന് പറയാമോ? എന്റെ സ്കോർ റീഡിംഗ് ലിസണിംഗ് 430, സ്പീക്കിംഗ് 410 ആൻഡ് ഫോർ റൈറ്റിംഗ് 370 ആണ്. ഓക്കെ, അടിപൊളി. 3 മൊഡ്യൂളിന് 400 എബോവ് ആണ് സ്കോർ മേടിച്ചേക്കുന്നത്. ഒട്ടും ചെറുതല്ലാത്തൊരു കാര്യമാണ്. റീഡിംഗ് ആൻഡ് ലിസണിംഗ് ഇറ്റ് ഇസ് 430 ആൻഡ് സ്പീക്കിംഗ് ഇറ്റ് ഇസ് 420 ആൻഡ് റൈറ്റിംഗ് ഇറ്റ് ഇസ് 370 അല്ലെ? അതെ. ഐശ്വര്യ എങ്ങനെയുണ്ടായിരുന്നു? ഐശ്വര്യ ഇവിടെ നീതൂസിൽ ജോയിൻ ചെയ്തത് ഒരു റെഗുലർ സ്റ്റുഡന്റ് ആയിട്ടാണോ അതോ എക്സാം ക്രാഷിലായിരുന്നോ ജോയിൻ ചെയ്തത്? ഓൺലൈൻ ആയിട്ടായിരുന്നോ ഓഫ്ലൈൻ ആയിട്ടായിരുന്നോ? ഞാൻ ആക്ച്വലി ഡേറ്റ് എടുത്തത് തന്നെ ഏറ്റവും ലേറ്റ് ആയിട്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷനിലായിരുന്നു ഡേറ്റ് എടുത്തത്. അപ്പൊ തന്നെ എനിക്ക് ലെസ് ദാൻ 1 മന്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ എനിക്ക് ബെസ്റ്റ് പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് എല്ലാവരും സജസ്റ്റ് ചെയ്ത് നീതൂസിൽ തന്നെ ജോയിൻ. ഞാൻ ചോദിച്ച എല്ലാവരും തന്നെ നീതൂസ് ആണ് ബെസ്റ്റ്. അപ്പൊ നീതൂസിൽ തന്നെ ജോയിൻ ചെയ്യുന്ന നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ നീതൂസിൽ ജോയിൻ ചെയ്തു. പിന്നെ ജോയിൻ ചെയ്ത് എനിക്ക് വിത്തിൻ 2 days തന്നെ എനിക്ക് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തന്നു. അപ്പൊ പിന്നെ അറിയായിരുന്നു എനിക്ക് എക്സാം ഡേറ്റ് ആവാറായതാണ്. അതുകൊണ്ട് മാഡം സ്പീക്കിങ്ങിന്റെ മാഡം ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ എനിക്ക് കാർഡും എല്ലാം തന്നെ കാർഡ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. റൈറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ശരിക്കും എന്റെ ടൈം വെച്ചിട്ട് എനിക്ക് ആ ഫുൾ റിക്വയർമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലായിരുന്നു. അപ്പം മാംസ് എന്നെ ഹെൽപ്പ് ചെയ്തു. എനിക്ക് എന്റെ മിസ്റ്റേക്സ് ഒക്കെ എന്തോരാണ് എനിക്ക് നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു 2 year ഗ്യാപ്പ് ഉണ്ടായിട്ട് ഞാൻ പിന്നെ ഈ ഒരു 1 month ലെസ് ദാൻ 1 month ഞാൻ പഠിച്ചതേ ഉള്ളൂ. അതെല്ലാവരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇത്ര സ്കോർ കിട്ടുമെന്ന് വിചാരിച്ചില്ല. റിസൾട്ട് വന്നപ്പോ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഓക്കെ, ഐശ്വര്യ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എവിടെയാണ്? ഞാനിവിടെ പാലായിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് സന്തോഷം ഐശ്വര്യ. അപ്പം അല്ലെ, ഒട്ടും ചെറുതല്ലാത്ത നല്ല അടിപൊളി ഒരു സ്കോറുമായിട്ടാണ് അല്ലെ ഇന്ന് നമ്മുടെ വിന്നേഴ്സ് മീറ്റിന്റെ ഇന്നത്തെ തുടക്കം തന്നെ. അടിപൊളി. 3
എബവ് 400 സ്കോറുമായിട്ടാണ് ഐശ്വര്യ എത്തിയേക്കുന്നത്. ഒരുപാട് സന്തോഷം. ഐശ്വര്യ ഇപ്പൊ പറഞ്ഞു അല്ലെ, 3 മൊഡ്യൂളിന് 400 കിട്ടിയപ്പോ ഒത്തിരി എക്സൈറ്റഡ് ആയി അല്ലെ എന്ന് പറഞ്ഞു. അതെനിക്ക് അതിവിടെ ഇരിക്കണേ ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ. അതെ, തീർച്ചയായിട്ടും. അപ്പം എന്താണ് നീതുസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഐശ്വര്യക്ക് എന്താ തോന്നി? എനിക്ക് തോന്നുന്നു മാഡംസിന് കറക്റ്റ് ആയിട്ട് അറിയാം അവരുടെ സ്റ്റുഡൻസ് ഏത് ഇതിലാണ് അവർ പുറകിൽ എന്നുള്ളത് അവർക്ക് കറക്റ്റ് ആയിട്ട് മിസ്. പ്രത്യേകിച്ച് സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിലും എന്റെ ഒരു 2 കാർഡ് കഴിഞ്ഞപ്പോൾ തന്നെ മാം പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത്. പിന്നെ റീഡിംഗ് ലിസണിങ് ആണെങ്കിലും എല്ലാത്തിനും നമുക്കും പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ എവിടെയാണ് മാർക്ക് പോകുന്നത്, എന്താണ് ഡ്രോബാക്ക് എന്നുള്ളത് നമുക്കും പെട്ടെന്ന് മനസ്സിലാവും, അവർക്കും മനസ്സിലാവും. അതുകൊണ്ട് എളുപ്പമുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ചപ്പ് ചെയ്ത് തീർക്കാൻ പറ്റും. അവര് നല്ല ടാലന്റഡ് ആയിട്ടുള്ള മാംസ് ആണ് ഉള്ളത്. അപ്പൊ സോ അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അടിപൊളി ഐശ്വര്യ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്രയും വളരെ എന്താ പറയുക വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ജേർണി ഇത്രയും നല്ല സ്കോറോട് കൂടെ ഫിനിഷ് ചെയ്തു. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. മാമിനെ ഞാൻ മാമിനോട് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ നീഡൂസ് അക്കാഡമി കേട്ടിട്ടേ ഉള്ളായിരുന്നു. അപ്പൊ മാമിനോടൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് ശരിക്കും നീഡൂസിനോട് നല്ല നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു സ്കോറൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ച സ്കോറല്ല. അപ്പം എനിക്ക് ശരിക്കും നല്ല സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. സോ വി വിൽ കണ്ടിന്യൂ വിത്ത് ഫസീല. യെസ്, ഫസീല നീതുസിന്റെ ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആണ് അല്ലെ, വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. ഒത്തിരി കാര്യങ്ങൾ ഫസീലയ്ക്ക് നിങ്ങളോട് പറയാനുണ്ടെന്ന് എനിക്കറിയാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പറഞ്ഞേ. ഞാൻ ഇപ്പോഴും ആലിസ് ഇൻ വണ്ടർലാൻഡിലാണ്, ഇതുവരെ ഞാൻ താഴോട്ട് വന്നിട്ടില്ല. സത്യം മാം, ഞാൻ മുന്നേ നീതൂസ് അക്കാഡമി കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു അക്കാഡമി ആയതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വീട്ടിനടുത്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള 2 അക്കാഡമിയിൽ പഠിച്ചായിരുന്നു. 2 തവണ കൂടുതൽ OET എഴുതിയായിരുന്നു, എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. 270 നിന്ന് എന്റെ ലിസണിങ്ങിന്റെ സ്കോറാണ് 350 പോയത്. ആക്ച്വലി എനിക്ക് പെട്ടെന്ന് ഞാൻ പാനിക് ആവും. അപ്പൊ എനിക്ക് ഫസ്റ്റ് സ്പെല്ലിംഗ് വരെ എനിക്ക് കൺഫ്യൂഷൻ ആവും, സിമ്പിൾ ആയിട്ടുള്ള സ്പെല്ലിംഗ് വരെ എനിക്ക് കൺഫ്യൂഷൻ ആവും. എനിക്ക് ഏറ്റവും നീതൂസിൽ ഓഫ്ലൈനിൽ വന്നിട്ട് ഏറ്റവും നല്ലൊരു ഇതായിട്ട് തോന്നിയത് നീതൂസിന്റെ ലിസണിങ് ലാബാണ്. ആ ഒരു വലിയൊരു ഹെഡ്ഫോണും അത് ഒറിജിനൽ എക്സാമിന് നമ്മൾ ഇരിക്കും പോലെ തന്നെ, പ്ലസ് ക്യാമറയും കൂടെ ഉണ്ട്. ഒരു കള്ളത്തിനും അവിടെ പറ്റത്തില്ല. പിന്നെ മാമിന്റെ ഫസ്റ്റത്തെ ക്ലാസ്, നമ്മൾ ഈശ്വരഭക്തി ഉണ്ടായിരിക്കണം. നമുക്ക് എന്റെ ഒരു ഇതില് ഇപ്പോഴത്തെ എന്റെ എന്റെ സാഹചര്യം വളരെ വിപരീതമായിട്ടായിരുന്നു. എക്സാം ഡേറ്റ് എടുത്ത് 2 ഡേയ്സിന് എനിക്ക് പെട്ടെന്ന് തന്നെ എന്റെ നിക്കാഹ് ഉറപ്പിച്ചായിരുന്നു. അപ്പൊ ഞാൻ ആരോടും പറഞ്ഞില്ല ഡേറ്റ് എടുത്തത്. മാമിനോട് ഞാൻ ഒരുപാട് ദിവസം മാം ഡേറ്റ് എടുത്തോട്ടെ ഞാൻ എന്റെ സ്കോർ ഞാൻ മാമിന് അപ്പൊ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ മാം പറഞ്ഞു എടുക്കാറായോടാ. ലാസ്റ്റ് മാം എപ്പോഴാ എനിക്ക് ഒരു കോൺഫിഡൻസ് ഡേറ്റ് എടുത്തോടാ എന്ന് പറഞ്ഞപ്പോഴല്ല ലാസ്റ്റ് ഡേ ഞാൻ ഡേറ്റ് എടുത്തത്. എന്നിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. മാം ഓർക്കുന്നുണ്ടല്ലേ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്റെ വീട്ടില് എന്റെ ഉമ്മയും വാപ്പി എന്ന് പറഞ്ഞാൽ ഇത്രയും സന്തോഷമായിട്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ കാണുന്നത്. ഫിനാൻഷ്യൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അതും ഞാൻ മറികടന്ന് എന്റെ ജോലി ഞാൻ നിർത്തി വെച്ചിട്ടാണ് ഞാൻ ഇതുസി കയറിയത്. എന്തായാലും ഇത് കിട്ടണം, കാരണം ആവശ്യം നമ്മളത് ഏറുമ്പോൾ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഓറോ പോലെ ഫുൾ സപ്പോർട്ട് സിസ്റ്റം നമ്മളിലുണ്ട്. പ്ലസ് ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ മാഡംസ് ആയിട്ട് ഞാൻ ഒരു അക്കാഡമിയിൽ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഒരു മാഡംസിനോടും കൂട്ടായിട്ടില്ല. മാം നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇത്രയും സപ്പോർട്ടീവ് ആയിട്ട് നല്ലൊരു മാഡംസ്. പ്ലസ് എന്റെ നെഗറ്റീവ് സൈഡ്, എനിക്ക് എവിടെയാ പ്രശ്നം അത് പെട്ടെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. എനിക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അത് എടുത്തു പറയേണ്ട കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ടിപ്പ് മാഡംസ് പറഞ്ഞതായിരുന്നു. നമ്മൾ 10 മിനിറ്റ്സ് ടൈം വെച്ചിട്ട് ലിസണിങ് 1 മണിക്കൂർ കൊണ്ട് 5 പാർട്ട് നമ്മൾ ചെയ്യണം. അതിൽ ആൻസർ ഒന്നും നോക്കാൻ പാടില്ല. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അത് എനിക്ക് ആ ഒരു ടിപ്പ് പറഞ്ഞു തന്നത് അനില മാമ. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാനത് സിൻസിയർ ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് അറിയാൻ പറ്റി. റീഡിങ് അതുപോലെ തന്നെ വന്ദന മാമിന്റെ ലൈവ് ക്ലാസ് അത് പറയാനേ പറ്റും. കാരണം ഓൾറെഡി ഓഫ്ലൈൻ ക്ലാസ് കഴിയുമ്പോൾ തന്നെ 5 o'clock ആവും. നമ്മൾ ഹോസ്റ്റലിൽ ടെൻഷൻ അടിച്ചായിരിക്കും വരുന്നത്. ഉടനെ മാമിന്റെ ക്ലാസ് ആദ്യമൊക്കെ എനിക്കൊരു മടിയായിരുന്നു. പക്ഷെ എന്റെ സ്കോർ പിന്നെ എന്റെ സ്കോറിൽ ഉണ്ടായ വലിയൊരു മാറ്റമുണ്ട്. അതെനിക്ക് ഭയങ്കര രീതിയിൽ എനിക്ക് മനസ്സിലായി. ഇനി രണ്ടാമത് എന്റെ മെയിൻ എക്സാം ഞാൻ കയറിയ സമയത്ത് ലിസണിങ് ഭയങ്കര ടെൻഷനില്ല. പക്ഷെ മാം പറഞ്ഞായിരുന്നു രാവിലെ നമ്മൾ പ്രാർത്ഥിക്കണം, വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട. പിന്നെ സ്റ്റീന മാം പറഞ്ഞായിരുന്നു എക്സാം ഹാളിൽ കയറാൻ തൊട്ട് മുന്നേ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടത് ലിസണിങ് ജസ്റ്റ് ഒന്ന് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്യണം. അതുപോലെ തന്നെ ലിസണിങ് നമ്മൾ ജസ്റ്റ് ഒന്ന് പോഡ്കാസ്റ്റ് കേട്ടിട്ട് പോയാൽ മതി. അപ്പൊ നമ്മൾ ആ ഒരു വോയിസ് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് ഞാൻ അതുപോലെ ചെയ്തു. മുന്നേയുള്ള ഒരു എക്സാമിന് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഫുള്ള് റൈറ്റിംഗ് ഒക്കെ ഇരുന്ന് നോക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുന്നത് നമ്മളെ മൈൻഡ്, ആ ഒരു ടൈമിലെ മൈൻഡാണ് നമ്മളെ ഈ ഒരു ഇത്രയും നല്ലൊരു റിസൾട്ട് വരാൻ കാരണം വരുന്നത്. പിന്നെ എനിക്ക് ഫുൾ സപ്പോർട്ട് ആയിട്ട് എന്റെ വാർഡൻ അതുപോലെ തന്നെ നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ മാമിന്റെ വാക്ക് ഓരോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ഇങ്ങനെ വിന്നേഴ്സ് മീറ്റ് വരും. അപ്പൊ അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അതിലൊന്നും നമ്മൾ എത്തിയില്ലെങ്കിലും നമുക്ക് നമ്മളെ ബുദ്ധിമുട്ടെല്ലാം വലുതാ. പക്ഷെ അതിനേക്കാളും വലിയ വലിയ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് ഇപ്പൊ പലരും പുറത്തോട്ട്. അതൊക്കെയാണ് എനിക്ക് ഇത്രയും മോട്ടിവേഷൻ. ഞാൻ ഭയങ്കര ലേസി ടൈപ്പാണ്. ഞാൻ കോളേജിൽ പോലും അസൈൻമെന്റ് പ്രോപ്പർ ആയിട്ട് വെക്കാത്ത ആളാ. ഒരുപാട് ഹോംവർക്ക് കാണും, ലെറ്റർ റീറൈറ്റിംഗ് കാണും, അടുത്തിരുത്തി തന്നെ നമുക്ക് ലെറ്ററിന്റെ കറക്ഷൻ തരും. ഭയങ്കര യൂസ്ഫുൾ ആണ്. വേറെ ഒരു അക്കാഡമിയിലും തരാത്ത ടിപ്സ് ട്രിക്സ് ഈ ഒരു അക്കാഡമിയിലും ഇതുവരെ നമുക്ക് ക്രൈറ്റീരിയ പറഞ്ഞു തന്നിട്ടില്ല. ജസ്റ്റ് ഇതൊന്നും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ക്രൈറ്റീരിയ വരെ കാണാതെ പഠിച്ച് മാഡംസ് ക്രൈറ്റീരിയ ചോദിക്കുന്നു, വാമപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഒരു രക്ഷയില്ല. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് വിഷമിച്ചു. എന്റെ നിക്കാഹ് ഈ 13th ഞാൻ എക്സാം ഡേറ്റ് എടുത്തത് January 15th എടുത്തത്. അതായത് എഴുതിയത് February 8th. ഓൾറെഡി അല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ January 21st വരെ കോഴ്സ് മാത്രമേ അറ്റൻഡ് ചെയ്തോളൂ നീറ്റസിൽ. പിന്നെ അതിനുശേഷം നാട്ടിൽ വന്നിട്ട് ബാക്കി പറ്റുന്ന ടൈമിൽ പഠിച്ചായിരുന്നു. ഉറപ്പായിട്ട് ഞാൻ പറയുന്ന മാം, അവിടുത്തെ എന്റെ ടിപ്സും ട്രിക്സും തന്നെയാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. ഭയങ്കര വലിയ മാർക്കെന്ന് ചോദിച്ചാൽ എനിക്കിത് വലിയ മാർക്കാ. എനിക്ക് സ്പീക്കിങ്ങിന് 318 ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ഭയങ്കര പാനിക് ടൈപ്പാണ്. എനിക്ക് പെട്ടെന്ന് ചുണ്ട് വിറയ്ക്കും. പക്ഷെ എന്റെ ഇന്റർലൊക്കേറ്റർ ഒട്ടും എന്നോട് കോപ്പറേറ്റീവ് അല്ലായിരുന്നു. എനിക്ക് സമയം കാണിച്ചു തന്നില്ല. അതുപോലെ തന്നെ പുള്ളിക്കാരി സംസാരിച്ചില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം, കാരണം മാഡംസ് നമ്മളെ ഒരു ഇന്റർലൊക്കേറ്റർ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് ആ ഒരു ട്രെയിനിങ് തന്നുകൊണ്ടാണ് ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് സ്പീക്കിങ്ങിന് 380 സ്കോർ കിട്ടിയത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതുപോലെ തന്നെ റീഡിംഗ്, വന്ദന മാമിന്റെ ക്ലാസ്, എം.എ. മാമിന്റെ ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ ബി പാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വന്ദന മാം ടിപ്സും ട്രിക്സും എലിമിനേഷൻ മെത്തേഡും പറഞ്ഞു. ഇത് നമുക്ക് യൂസ് ചെയ്യാവോ, എങ്ങനെ ഇതിനെ എലിമിനേറ്റ് ചെയ്യാം, അങ്ങനെ ഞാൻ ആ ബി പാർട്ട് ചെയ്ത്. എനിക്ക് തോന്നുന്നു ആ ബി പാർട്ട് എനിക്ക് ഫുള്ളും കിട്ടിക്കാണും. അതുപോലെ തന്നെ എ പാർട്ടും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ 10 minutes ടൈം വെച്ചാ ചെയ്ത, എനിക്ക് എളുപ്പത്തിൽ തന്നെ കിട്ടി. താങ്ക് യു മാം. അടിപൊളി. യെസ്, എന്റെ നമ്മളെ DP, ഫോണിന്റെ DP വരെ എന്താ നമ്മളെ ലണ്ടൻ ബ്രിഡ്ജാ ഞാൻ വെച്ചേക്കുന്നത് മാം പറഞ്ഞതുപോലെ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. So, എനിക്ക് ഉടനെ തന്നെ yes. മാമിനെ കാണണം. യെസ്, ഓടിപ്പോരാ. ആ മാം. അപ്പോ യെസ്, നമ്മൾ ഈ ഓഫ്ലൈൻ സ്റ്റുഡൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്നും കാണുന്ന സ്റ്റുഡൻസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആവാം അവരുടെ അടുത്ത്. അപ്പൊ അതുകൊണ്ടാണ് ഒത്തിരി ക്ലോസ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് Yes, കിട്ടും. ma'am. ഓക്കെ, ഒത്തിരി സന്തോഷം ഫസ്റ്റ്, നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, സോ വി വിൽ മൂവ് ഓൺ വിത്ത് സിസി റാം. യെസ് സിസി. യെസ്. ഞാനിത് കുറെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ് ഒക്കെ കുറെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്റെ ശരിക്കും പറഞ്ഞ ഒരു 6ാമത്തെ അറ്റംപ്റ്റ് ആണ്. അപ്പം ഈ കഴിഞ്ഞ 2024 ഞാൻ ശരിക്കും ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്, ജോലി നിർത്തിയിട്ട്. അപ്പൊ മൊബൈലിലായിരുന്നു. അവിടെ നിന്ന് കുറെ പ്രാവശ്യം എഴുതി കിട്ടിയില്ല. അവസാനമാണ് ഞാൻ ഈ നീതൂസില് വരുന്നത്. ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ട് നീതൂസില് കയറുന്നത്. കയറി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ ഇത്രയും കോഴ്സുകള് ഓഫ്ലൈനും ഓൺലൈനായിട്ടൊക്കെ പഠിച്ചെങ്കിലും ആരും റീഡിങ്ങിനെ പറ്റി ഒന്നും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടോ ഇത്രയും അവര് തന്നെ തപ്പും എന്താണ് ആൻസേഴ്സ്, അവർക്ക് തന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഇവിടെ വന്ന് ഇവര് അത് കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് കറക്റ്റ് അത് എങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ എടുക്കണം എന്നുള്ളത് ഇത്ര എന്താ പറയാൻ വാക്കുകൾ, ഇത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് 22 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും 22 ക്വസ്റ്റ്യനും അല്ലെങ്കിൽ 42 ക്വസ്റ്റ്യൻസും അത്ര വൃത്തിയായിട്ട് നമുക്ക് പറഞ്ഞു തരും. അതിനകത്ത് ഈ ലാസ്റ്റ് ഒരു 12:30 ഒരു ക്ലാസ് ഉണ്ടായിരുന്നു നൈറ്റില്. ആ മാഡം പറയുന്ന കേട്ട് ഞാൻ എപ്പോഴും ആ മാഡത്തിന്റെ ക്ലാസ് കഴിയുമ്പോൾ മാഡത്തോട് പറയും മാഡം നൈസ് ക്ലാസ് എന്ന് പറയും. കാരണം അത്രയ്ക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ മോഡ്യൂൾസ് ചെയ്യുമ്പോൾ സാധാരണ ഒരു മോഡ്യൂളും കൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കുന്ന ഓരോ മോഡ്യൂൾ ചെയ്യുമ്പോൾ സ്പീഡപ്പ് ആവുന്നുണ്ട്. പിന്നെ 8 ചിലപ്പോൾ C1 ഒക്കെ നമുക്ക് ചിലപ്പോൾ മുഴുവനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്റെ പ്രശ്നം എന്ന് വെച്ചാല് ടൈമിംഗ് ആണ്. C1 കഴിഞ്ഞു കഴിഞ്ഞാല് C2 നമുക്ക് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്തത്തില്ല. എങ്ങനെ പോയാലും ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഞാൻ മിസ് ഔട്ട് ആക്കും. പക്ഷെ ഈ ട്രിക്സ് ഒക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരുമ്പോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ ആൻസറിലോട്ട് എത്തേണ്ടത്, ഏതാണ് പോയിന്റ്, എങ്ങനെയൊക്കെയാണെന്നുള്ള ആ ഒരു നമ്മളത് മനസ്സിലാക്കി തരുമ്പോ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ അതങ്ങോട്ട് എത്തിച്ചേർന്നതും. എനിക്ക്
ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ Feb 8 ഈ 42 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത്. അതുവരെ എക്സ്ട്രാക്ട് ഞാൻ 2 or 3 കൂടി വന്ന 4 അതിൽ കൂടുതൽ ഞാൻ ചെയ്തിട്ടില്ല. അത്രയും എനിക്ക് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യണം നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ഞാൻ എടുത്തു. ഞാൻ എന്നിട്ട് ചേട്ടനോട് പറയുകയും ചെയ്തു, ഈ കംപ്ലീറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്കൊരു വിശ്വാസമുണ്ട് കിട്ടുന്ന. കിട്ടി. സ്കോർ ഒന്ന് പറയാമോ സിസി? എനിക്ക് 350 ആണ്, എല്ലാം 350 ആണ്. പിന്നെ മാത്രം 370. ഓക്കെ, അടിപൊളി. അപ്പൊ ഫുൾ ബിയോട് കൂടെ ആണ് പാസ്സായിട്ടിരിക്കുന്നേ. അപ്പൊ പറഞ്ഞു അല്ലെ 5 or 6 പ്രാവശ്യം എഴുതി എന്ന് പറയുമ്പോ ആ ഒരു സ്ട്രഗിള് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ 24 എനിക്ക് മൈഗ്രെയിൻ വന്നിട്ട് ഞാൻ അതുപോലെ എക്സാമിന്റെ സമയത്തൊക്കെ ഭയങ്കര പ്രഷറാണ്. ഞാൻ എന്നിട്ട് പിന്നെ ഇവിടെ തന്നെ വന്ന്, ഞാൻ ദുബായിന്ന് തന്നെ ഇവിടെ വന്ന് ഇവിടെ ഒറ്റയ്ക്ക് ഞാൻ നിൽക്കുക, ഒറ്റയ്ക്ക് നിന്ന് പഠിച്ചാണ് ഞാനിപ്പം അത് എടുത്തത്. അടിപൊളി അല്ലെ? അപ്പം നമ്മൾ അല്ലെ ഉറപ്പിച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വിന്നർ ആയിരിക്കും എന്നതിന് ഇതിനേക്കാളും വലിയ ഒരു പ്രൂഫിന്റെ ആവശ്യമില്ല സിസി. ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. ട്യൂട്ടേഴ്സ് അത്രയും കറക്റ്റായിട്ട് നമ്മളെ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് പറഞ്ഞു തന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്തിയത്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇത്രയും ഓഫ്ലൈനും ഓൺലൈനും 1 month 2 month പഠിച്ചിട്ട് അവരൊന്നും റീഡിംഗ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ അത് സ്വന്തമായിട്ട് പഠിക്കണ്ടെന്ന്. പക്ഷെ ഇവിടെ അതല്ല കേട്ടോ, നമ്മളെ അത് കൈവിട്ടില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. ഇവിടെ വരുന്ന ഓരോ കുട്ടിയും റിസൾട്ട് മേടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്നതാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഗോൾ എന്ന് പറയും അല്ലെ? അതിനേത് അച്ഛൻ വരെയും പോവാൻ റെഡിയാണ്. യെസ്, ഇറ്റ് ഇസ് എ ബ്ലെസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ ഇടുന്ന ഒരു എഫേർട്ടിന്റെ കൂടെ ആ ഒരു ബ്ലെസ്സിങ്ങും കൂടെ വരുമ്പം അത് കംപ്ലീറ്റ് ആവുന്നു. യെസ്, തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. തീർച്ചയായും. Yes. Thank you so much. Yes, Anjana S. Nair. Yes, Anjana, പറഞ്ഞേ. Yes, Anjana. Good evening. First attempt ആണ്. Yes. അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഷോക്കായിട്ട് ഇരിക്കുന്നത്. കാരണം എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ OETT നീറ്റൂസിൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോ എന്റെ കുറെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, ഒരു ഡ്യൂട്ടി ഇതെല്ലാം അത് കുറെ പ്രിപ്പയർ ചെയ്യാനുണ്ട്, നമുക്ക് ടൈം കിട്ടുമെന്നൊക്കെ. എനിക്ക് 3 month കോഴ്സ് ആയിരുന്നു. 3 month കോഴ്സിന് എനിക്ക് മനസ്സിലായി നമുക്ക് ഡ്യൂട്ടി, നമ്മളൊരു അക്കാഡമി ചൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ അതിൽ പിന്നെ നമുക്ക് ഡ്യൂട്ടി വരുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല. ടൈം ഷെഡ്യൂള് നമുക്ക് പ്രിഫർ ചെയ്യാം, ഏത് ടൈം വേണമെങ്കിലും അവര് ഇതാക്കും. ഇൻ കേസ് നമ്മൾ ഓൾറെഡി തലേന്ന് പറഞ്ഞൊരു ടൈം നമുക്ക് ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സിന് ഓൾറെഡി നമ്മൾ പറഞ്ഞ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവരോടൊന്ന് പറഞ്ഞാൽ മതി, അത് കുഴപ്പമില്ലണോ, ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തരാന്നൊക്കെ. അത്ര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ എന്റെ സ്പീക്കിങ്ങിൽ എനിക്ക് 400 ഉണ്ട്. സ്പീക്കിങ്ങിന് 400 ആണ്. കാരണം അഡോൺ സാർ ആയിരുന്നു എന്റെ ഫസ്റ്റ് സ്പീക്കിംഗ് ട്രെയിനർ. ഞാൻ സാറിനോട് എപ്പോഴും കരയും, സാർ എന്നെ കൊണ്ട് പറ്റുന്നില്ല, സ്പീക്കിംഗ് എന്നെ കൊണ്ട് പറ്റുന്നില്ലാന്ന്. അപ്പൊ പുള്ളിക്ക് തരുന്ന മോട്ടിവേഷൻസ് ഒക്കെ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അത്രയും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് കിട്ടുമല്ലോ. കാരണം ഫസ്റ്റ് 3 month കോഴ്സ് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തായിരുന്നു, കുറച്ച് പേഴ്സണൽ ഇഷ്യൂ കാരണം എനിക്ക് എക്സാം ഡേറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എന്റെ ടച്ച് ഒക്കെ വിട്ടു, എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അത് എക്സാം ബാച്ച് വന്നപ്പോ ആ ഒരു 10 days കൊണ്ടാണ് വീണ്ടും ഞാൻ ആ ഒരു 10 days ക്ലാസ് കൊണ്ട് തന്നെ വീണ്ടും എനിക്ക് പഴയ ടിപ്സും ട്രിക്സും എല്ലാം കിട്ടി, ആര്യ മാമിന്റെ കുറെ അഡ്വൈസും എല്ലാം. ഭയങ്കര സന്തോഷം, ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്കത് കിട്ടിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് സന്തോഷം അഞ്ജന. സോ അല്ലെ, ഒരു ഫ്രഷർ ആണ് അല്ലെ, ഫസ്റ്റ് ടൈം എഴുതുവാണ് എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. സോ സ്കോർ എന്ന് പറയുമ്പോൾ സ്പീക്കിങ്ങിന് 400 ആണ്, സ്പീക്കിങ്ങിന് 400, റൈറ്റിംഗിന് 360, റീഡിങ്ങിന് 380 ആൻഡ് ലിസണിങ് 350. ഓക്കെ, എല്ലാം ബിയോട് കൂടെ ഫസ്റ്റ് ചാൻസിൽ പാസ് ആയേക്കുവാണ്. ഒരുപാട് സന്തോഷം. അപ്പം അന്നേരം നീതൂസിൽ പോയ ഭയങ്കര പാടാണ്, ഡ്യൂട്ടി എല്ലാം കൂടെ നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് റിസൾട്ട് ഒന്ന് അയച്ചു കൊടുക്കുക. ഇറ്റ് ഈസ് പോസിബിൾ അല്ലെ? യെസ്, നമ്മളെ മനസ്സ് വെച്ചാൽ, നിങ്ങളെ മനസ്സ് വെച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഇറ്റ് ഈസ് പോസിബിൾ അല്ലെ? നമ്മൾ ഉണ്ടാക്കുന്നതാണ് ടൈം. 24 മണിക്കൂറാണ് എല്ലാവർക്കും ഉള്ളൂ അല്ലെ? അതെ, എന്നാൽ 24 മണിക്കൂറും ബിസി ആയിട്ടുള്ള ആളുകളുണ്ട്. ടൈം നമ്മൾ എങ്ങനെ പ്രയോറിറ്റി അനുസരിച്ച് സെറ്റ് ചെയ്യുന്നു, അതാണ് നമ്മുടെ ടൈം അല്ലെ?
ഒത്തിരി സന്തോഷം അർച്ചന. വി വിൽ മൂവ് ഓൺ വിത്ത് ആശ സുരേന്ദ്രൻ. പറഞ്ഞേ ആശ. യെസ്. ഒത്തിരി സന്തോഷമുണ്ട്. വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ നേഴ്സ് മീറ്റിൽ പങ്കെടുക്കണം എന്നുള്ളത്. അടിപൊളി. OET എന്ന് പറയുന്ന ഇതുമായിട്ട് കുറെ നാൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ. സത്യം Okay. പറഞ്ഞാൽ ഇപ്പൊ മുമ്പേ ആൾക്കാർ പറഞ്ഞ പോലെ തന്നെ ഞാനും വേറെ 2-3 അക്കാഡമിയിലൊക്കെ പഠിച്ചതാണ്. അപ്പൊ Okay. അവര് വെച്ച് കഴിഞ്ഞാൽ അവര് റൈറ്റിംഗും സ്പീക്കിങ്ങും മാത്രമേ എടുത്തു തരത്തുള്ളൂ. Okay. എന്താണ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്നതിനെ കുറിച്ച് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെന്താന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. സോ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കാൻ നീതൂസ് അക്കാഡമി ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. Okay. ഇപ്പൊ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. ഒത്തിരി സന്തോഷമുണ്ട് മാഡം. ഇങ്ങനെ വന്നിരിക്കാൻ കഴിയുന്ന തന്നെ ദൈവത്തിന്റെ ഭാഗ്യം. നീതൂസ് അക്കാഡമിയുടെ ഒരു ഹെൽപ്പ് കൊണ്ടാന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം. ഏതായിരുന്നു ആശ ഏറ്റവും ടഫ് ആയിട്ടുള്ള മോഡ്യൂൾ ഏതായിരുന്നു? മാഡം റീഡിംഗ് ആണ് ഞാൻ സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. റീഡിങ് Okay. റീഡിംഗ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. അപ്പൊ അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്തു. ഇനിയിപ്പോ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എത്രയും പെട്ടെന്ന് പ്രോസസ്സിങ്ങും കാര്യങ്ങളും നടക്കട്ടെ. ഒരുപാട് സന്തോഷം അല്ലെ, ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മാഡം. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷം. ഒരുപാട് എങ്ങനെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്തെന്ന് എനിക്കറിയില്ല. എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഒത്തിരി താങ്ക്സ്. യെസ്, ഒത്തിരി സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ, ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റണ്ട. ആ ഒരു ജേർണി എത്ര കുറെ കാര്യങ്ങൾ ഓവർകം ചെയ്താണ് ഇന്നൊരു വിന്നർ ആയിട്ട് വന്നിരിക്കുന്നത്. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ആവട്ടെ. യെസ് അർച്ചന മോഹൻ പറഞ്ഞ അർച്ചന. യെസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സന്തോഷമാണ്. ഇതെന്റെ 5th അറ്റംപ്റ്റ് ആയിരുന്നു. നീതൂസിൽ വന്നിട്ടുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അടിപൊളി. അപ്പൊ നീതൂസിലെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, 5th അറ്റംപ്റ്റ് ആണ്. ഓക്കെ ഫൈൻ. സത്യസന്ധത മീൻസ് ആദ്യമായിട്ട് ഒരു എക്സാം എഴുതി എനിക്ക് പാസ്സാകുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു എക്സാം ഈ എക്സാം ആയിരുന്നു മാം. അടിപൊളി. മീൻസ് റീഡിംഗ് ലിസണിങ് എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ എഴുതിയ ഒരേ ഒരു എക്സാം ഇതായിരുന്നു. ശരിക്കും എനിക്ക് 290 എന്നുള്ള സ്കോറിൽ നിന്ന് ഞാൻ 380 എത്തി റീഡിങ്ങും 350 എത്തി ലിസണിങ്ങും. അത് ഉറപ്പായിട്ടും നീതൂസിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു ഇത് ലക്കുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ, അല്ലാണ്ട് പഠിച്ചൊന്നും നമുക്ക് കിട്ടില്ല എന്ന്. എന്റെ ആ ഒരു ധാരണ മാറ്റിയതേ നീതൂസ് അക്കാഡമിയാണ്. ഒത്തിരി നന്ദിയുണ്ട് മാം. ഓക്കെ, റീഡിങ്ങും ലിസണിങ്ങും ആണ് ടഫ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം 290 നിന്ന് 380 എന്ന് പറയുന്ന ഒരു സ്കോറിലോട്ട് മാറിയതിനെ പറ്റി പറഞ്ഞപ്പോ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം അല്ലെ, അതായിരുന്നു ടഫസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത്. യെസ്, പറഞ്ഞു 5 പ്രാവശ്യം എഴുതി. റൈറ്റിംഗ് ആണെങ്കിൽ പോലും ഇപ്പം നമ്മൾ എഴുതിയ റൈറ്റിംഗിൽ കറക്ഷൻസ് ഒന്നും ഇല്ല എങ്കിൽ പോലും അതിനെ എങ്ങനെ വേറൊരു രീതിയിൽ എഴുതാമെന്ന് പോലും നമ്മുടെ ട്യൂട്ടേഴ്സ് പറഞ്ഞു തരും. എല്ലാവരും സ്പീക്കിങ്ങിനാണെങ്കിലും റീഡിങ്ങിന് ഓരോ ലൈൻസിൽ നിന്നും എങ്ങനെ ആൻസേഴ്സ് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാമെന്ന് ഞാൻ പഠിച്ചത് നീതൂസിൽ വന്നതിന് ശേഷമാണ്. ഞാൻ എല്ലാവരും ഓൾമോസ്റ്റ് 1 വർഷത്തിന് മേലെ ഞാനിത് ഡ്രോപ്പ് ചെയ്തതാണ്. ഞാൻ ഒരു 2 മന്ത്സിന് മുന്നേ വെറുതെ ഒരു റീല് കണ്ടപ്പോ വെറുതെ ഞാനൊന്ന് കോൾ ചെയ്ത് നോക്കിയതാണ്. മീൻസ് എന്റെ ബെസ്റ്റ് ടൈം അതായിരുന്നെന്ന് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നു. ഒത്തിരി സന്തോഷം. കറക്റ്റ് അർച്ചന, യു ആർ ഓൺ ടൈം കേട്ടോ. കറക്റ്റ് ടൈമിലാണ് അല്ലെ, നമ്മുടെ കറക്റ്റ് ടൈമിൽ നമ്മളിലോട്ട് എത്തേണ്ട കാര്യങ്ങൾ നമ്മളിലോട്ട് എത്തും. നോ ഡൗട്ട് ഇൻ ദാറ്റ് അല്ലെ. ഒരു റീല് കണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു, അത് നമ്മുടെ മുന്നിൽ എത്തേണ്ട ഒരു ടൈമിൽ അത് എത്തി അല്ലെ. വെറുതെ എന്റെ കുഞ്ഞിന്റെ സ്കൂളിൽ ഇരുന്ന് ടൈമിൽ വെറുതെ സമയം പോകാൻ ഞാനൊരു റീല് കണ്ട് അപ്പൊ തന്നെ ഞാൻ വെറുതെ ഒന്ന് മീൻസ് കോൾ ചെയ്ത് അങ്ങനെ ഞാൻ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാൻ OET എന്ന് എന്റെ സ്വപ്നം മറന്നിരുന്നതാ. കാരണം 4 തവണ എഴുതി മീൻസ് അത്രമേ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു. സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനെ ഒത്തിരി സന്തോഷം. ഒരുപാട് സന്തോഷം അച്ഛൻ, ഒത്തിരി സന്തോഷം. യെസ്, അപ്പൊ 4 തവണ എഴുതി ആ ഒരു ഡ്രീം വേണ്ട എന്ന് വെച്ച് പോയിരുന്നെങ്കിൽ അല്ലെ, നിർത്തിയിരുന്നെങ്കിൽ, എനിക്ക് പറ്റത്തില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഇന്നൊരു വിന്നർ ആയിട്ട് ഇങ്ങനെ വന്നിരുന്ന് പറയാൻ പറ്റുമായിരുന്നു അല്ലെ. യെസ്, ഇതെല്ലാവർക്കും ഉള്ളൊരു മെസ്സേജ് ആണ്. യെസ്, എല്ലാവരോടും പറഞ്ഞു നീതൂസിൽ ജോയിൻ ചെയ്താൽ മസ്റ്റ് ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റുമെന്ന്. യെസ്, അപ്പം ഒരുപാട് ആളുകൾ പകുതി വഴിയിലൊക്കെ നിർത്തിയിരിപ്പുണ്ട്. എന്നെ കൊണ്ട് പറ്റില്ല, സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരോടുള്ള മെസ്സേജ് ആണ് അർച്ചന പറഞ്ഞത്. ഇതിനേക്കാൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുമില്ല അല്ലെ. യെസ്, അന്ന് നിർത്തിയിരുന്നെങ്കിൽ ഇന്നൊരു വിന്നർ ആവില്ലായിരുന്നു. സോ എന്ത് കാര്യം നമ്മുടെ ലൈഫിൽ വരുന്നതും എന്താണ്, ഇറ്റ് ഈസ് ഓൺ ടൈം. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം അർച്ചന. ഗോഡ് ബ്ലെസ് യു. Okay, thank you so much. We will move on with
സന്ധ്യ. ഹായ് സന്ധ്യ, പറഞ്ഞേ. ഹായ് മാം, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്ത് തോന്നണോ? എക്സൈറ്റഡ് ആണോ? ഒത്തിരി എക്സൈറ്റഡ് മാം. ഫസ്റ്റില് മാമിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് മാം. എന്റെ ടീമിനും ഒത്തിരി താങ്ക്സ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയും എക്സൈറ്റഡ് ആണ് ഞാനിപ്പോ. ഞാൻ എപ്പോഴും ഈ വിന്നേഴ്സ് മീറ്റ് കാണുമായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് എന്നാ ഇതിനകത്ത് ഒന്ന് പങ്കെടുക്കാൻ പറ്റാന്ന്. അപ്പൊ ഞാൻ അത്രയും എക്സൈറ്റഡ് ആ മാം. ഞാനിപ്പോ അയർലൻഡിലാണ് ജോലി ചെയ്യുന്നേ. അപ്പൊ എന്റെ നീതൂസില് ഞാൻ ജോയിൻ ചെയ്ത് 3 months കോഴ്സ് എടുത്തു. ഫസ്റ്റ് തന്നെ ജനുവരിയിൽ അറ്റംപ്റ്റ് ചെയ്തു. എനിക്ക് ഒത്തിരി താങ്ക്സ്. ഞാൻ പക്ഷേ രാത്രി 2:30ക്കും 3:30ക്കും ഒക്കെ അവിടുത്തെ ടൈം വെച്ചിട്ട് ഞാൻ ക്ലാസ് കൂടിയിട്ടുണ്ട്. അപ്പം ആ ഫസ്റ്റ് 1 and 2 months ആണ് ശരിക്കും നമ്മളെ ഒരു മോൾഡ് ചെയ്ത് എങ്ങനെയാണ് ആ ഒരു എക്സാമിലേക്ക് നമ്മൾ എക്സാം ആ ഓറിയന്റഡ് ആയിട്ട് വരുന്നതെന്ന ഫസ്റ്റ് 1-2 months നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒത്തിരി താങ്ക്സ്. റീഡിങ് എനിക്ക് ഞാൻ ഫസ്റ്റ് 2 attempt നാട്ടിൽ നിന്ന് ഞാൻ ചെയ്തായിരുന്നു. എനിക്ക് 260 ആയിരുന്നു റീഡിങ്ങിന് കിട്ടിയിരുന്നേ. അപ്പം എനിക്കിപ്പോ 360 ഉണ്ട് ഇപ്പം. അപ്പം ലാസ്റ്റ് ഇയർ എനിക്ക് 260 ആയിരുന്നു കിട്ടി. അപ്പൊ ആ ഫസ്റ്റ് ഈ 360 കിട്ടിയതിന്റെ മെയിൻ കാരണം തന്നെ വന്ദന മാം എന്ന് എനിക്ക് തോന്നണം. എന്നുവെച്ചാൽ മാഡത്തിന്റെ ഓരോ ക്ലാസ്സിലും എ പാർട്ട് നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിലും ബി പാർട്ട് എല്ലാത്തിനും ആ ടിപ്സ് ആൻഡ് ട്രിക്സ് എപ്പോഴും പറഞ്ഞിട്ട് നമ്മളപ്പോ ഞാനപ്പോ എപ്പോഴും ഓർക്കും, ഞാൻ എക്സാം ചെയ്തോണ്ടിരിക്കുമ്പോഴും ഞാനപ്പം ഏത് കാറ്റഗറിയാ ഏതാ ഇത് വരുന്നത് അങ്ങനെ ചെയ്തോണ്ട് തന്നെയാ അത് ചെയ്തത് എല്ലാം. പിന്നെ സ്പീക്കിങ്ങിനാണെങ്കിൽ വന്ദനമ്മ ഫുൾ പവർ പാക്ക് എപ്പോഴും അതെപ്പോഴും നമ്മൾ കേട്ട് സ്പീക്കിംഗ് ലവ് എപ്പോഴും കാണാനും അതെല്ലാത്തിനും എല്ലാവരും ലിസണിങ് ആണെങ്കിലും എല്ലാം നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഇൻഡിവിജ്വൽ ട്യൂട്ടേഴ്സ് എപ്പോഴും നമ്മുടെ ടൈം ഇവിടുത്തെ ടൈം വെച്ചിട്ടാണെങ്കിലും നമുക്ക് എല്ലാം കൺവീനിയന്റ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം നമുക്ക് ചെയ്തു തരാനും അവർക്ക് കറക്ഷൻ തരാനും. എനിക്ക് സ്പീക്കിങ്ങിനാണെങ്കിൽ ആദ്യമൊക്കെ ചെയ്ത് അത് പറയാൻ പറ്റും, പക്ഷെ എന്തെങ്കിലും ഒന്ന് ഇതായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡിസ്റ്റർബ് ആയി പിന്നെ എനിക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റൂടാ, നിനക്കത് ചെയ്യാൻ പറ്റും നീ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ അപ്പൊ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഒത്തിരി ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ഒത്തിരി ഇപ്പോഴും ഞാൻ എന്റെ കോളേജിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നീതുസി മാത്രമേ ജോയിൻ ചെയ്യാവുള്ളൂ എന്ന് എപ്പോഴും ഞാൻ പറയും അവരോട്. മാഡത്തിന് ഒത്തിരി നന്ദി. പിന്നെ എല്ലാ കോർഡിനേഴ്സിനും എപ്പോഴും നമ്മളെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യും. എന്താണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത, സാറ്റർഡേ സൺഡേ വരുന്നുണ്ട് അത് ഫില്ലപ്പ് ചെയ്യണം. അങ്ങനെ എല്ലാ കോർഡിനേറ്റേഴ്സും എല്ലാവരും അഡ്മിന്മാരും ആണെങ്കിൽ എല്ലാ ഫോളോ അപ്പും കറക്റ്റ് ആയിട്ട് വരുന്ന ഞാൻ ആദ്യമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഒത്തിരി ഞാൻ നാട്ടിൽ വരുമ്പോൾ എന്തായാലും ഇവിടെ വരും. തീർച്ചയായിട്ടും പറഞ്ഞു. യെസ്, ഇപ്പൊ ഇവിടെ ഒരു സെക്കൻഡ് ഹോം കൂടി ഇവിടെ ഉണ്ട് അല്ലെ? യെസ്, ഉറപ്പായിട്ടും സന്ധ്യ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ അല്ലെ, യെസ്, അടിപൊളിയായിട്ട് ഓൾറെഡി അയർലൻഡിലാണ്. അപ്പൊ അയർലൻഡിലുള്ള ഒരുപാട് ആളുകളുടെ ഒരു ഇപ്പൊ പറഞ്ഞ പോലെ ഒരു കാര്യമാണ് അല്ലെ, അവിടെ പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് പഠിപ്പിക്കും അല്ലെ, അവിടെ ഒരു സ്ട്രെസ് ആണ് എന്നൊക്കെ വിചാരിച്ച് മാറി നിൽക്കുന്ന ഒരുപാട് ആളുകള് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരോടാണ് സന്ധ്യ ഇപ്പൊ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ ഒരു OET എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പേടിച്ച് മാറി നിൽക്കരുത്. This is the right time to start your journey. അല്ലെ, it is possible. Yes, it is possible. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് എല്ലാവരും ഒന്ന് എടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ. We will move on with Ganga. Hi Ganga, പറഞ്ഞേ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഭയങ്കര സന്തോഷമുണ്ട് മാം. എനിക്ക് വളരെ വലിയൊരു സ്റ്റോറിയാണ് പറയാനുള്ളത്. ബിക്കോസ് ഞാൻ ഈ എക്സാം എഴുതാമെന്ന് ആദ്യം പ്ലാൻ ചെയ്തത് 2021-22 മാം. പിന്നെ 21 ഒരു പകുതിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. പക്ഷെ അവിടെ ചേർന്നപ്പോഴേക്കൊരു ഒരു വൈബ് കിട്ടുന്നുണ്ടായിരുന്നില്ല മാം. പിന്നെ മോന് വയ്യാണ്ടായി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്ന് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യുമായിരുന്നു. പിന്നെയും വേറൊരു സ്ഥലത്ത് പോയി ചേർന്നു, അവിടുന്നും ഡ്രോപ്പ് ഔട്ട് ചെയ്തു. പക്ഷേ നീതൂസിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും മാമിന്റെ ഫസ്റ്റ് ക്ലാസ് ആയപ്പോഴത്തേക്കും ഞാൻ ഉറപ്പിച്ചു ഞാൻ ഇപ്രാവശ്യം ഞാൻ എക്സാം എഴുതും. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് മാം. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് മാം. എനിക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെ, ഞാൻ ഒരു ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ടേ അല്ല മാം. ഞാനൊരു ഭയങ്കര എക്കണോമിക്കലി ഞാൻ വളരെ ലോ ആണ്. ഇപ്പൊ ഞാൻ ഓരോ പ്രാവശ്യവും ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമ്പോഴും കടം വാങ്ങിച്ചു. പിന്നെ അത് തീർന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അത്ര വളരെ സ്ട്രഗിൾ ചെയ്താണ് മാം ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോഴും എന്റെ കൂടെ ഉള്ളവരൊക്കെ പറയുന്നത് പറ്റുമോ, നിനക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് മാം. അപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ആണ് ഞാൻ. എന്നിട്ടും എനിക്ക് അതിന്റെ ഇടയ്ക്ക് ഇപ്രാവശ്യവും എനിക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല മാം. 2 മാസം ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെയും ഞാൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു നമ്മളെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു, നിങ്ങളെ കൊണ്ട് പറ്റും. ആക്ച്വലി നീതു ഫസ്റ്റ് ക്ലാസ്സിലെ അഡ്മിൻ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു നീതു മാമിന്റെ ക്ലാസ് ഉണ്ട്. അപ്പോഴേ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, നീതു മാം ക്ലാസ് എടുക്കുവോ എന്ന് ഞാൻ തിരിച്ചും ചോദിച്ചു അവരോട്.
അങ്ങനെ ഭയങ്കര ഇതായിരുന്നു മാം. പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു. ആക്ച്വലി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ഇങ്ങനെ അല്ലല്ലോ, ഇതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇതായിരിക്കും, ഇപ്പൊ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും എന്നായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള മറുപടി. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല മാം. അതിനുള്ള മറുപടി നമ്മൾ ചോദിച്ചില്ലെങ്കിലും വിനോദ് സാറിന്റെ ഒക്കെ ക്ലാസ്സിൽ സാറ് പറഞ്ഞു തരും, ഇത് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ട് സാറ് പറഞ്ഞു തരുമായിരുന്നു മാം. അപ്പോഴെനിക്ക് മനസ്സിലായി ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള പ്രിന്റിംഗ് മിസ്റ്റേക്കിന്റെ എല്ലാം എനിക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്, അവർക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞൂടാത്തത് കൊണ്ടായിരുന്നു. അത്രയ്ക്ക് എക്സ്പേർട്ടാണ് നമ്മുടെ ട്രെയിനേഴ്സ് എല്ലാവരും മാം. പിന്നെ ഗ്രാമർ എനിക്ക് ഭയങ്കര ടഫാണ്. ഞാൻ പല പ്രാവശ്യവും യൂട്യൂബ് നോക്കി അവിടെ നോക്കി എല്ലാം പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷെ സണ്ണി സാറിന്റെ ഗ്രാമർ ക്ലാസ് ഭയങ്കര എഫക്റ്റീവാണ്. ഞാൻ ഇപ്പോഴും എന്റെ മതിലെല്ലാം സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സാറിന്റെ നോട്ട്സ്. അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. പിന്നെ റീഡിങ് മാം വന്ദന മാമിന്റെ ഭയങ്കര ക്ലാസ് ആയിരുന്നു. അത് ചെയ്ത് തീർന്നിട്ടായിരിക്കും പിന്നെ ഓൺലൈനിൽ കയറിയിട്ടാണ് ആൻസേഴ്സ് ചെക്ക് ചെയ്യുന്നത് മാം. അപ്പൊ എനിക്ക് എപ്പോഴും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 70, 90 അത്രയും കിട്ടിയിട്ടുണ്ട് മാം. 1-2 പ്രാവശ്യം 20 ഫുൾ ഒക്കെ കിട്ടിയിട്ടുണ്ട് മാം. അത്രയ്ക്കും നല്ലതായിരുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് എക്സാമിന് പോകുന്നതിന്റെ മുന്നേ എനിക്ക് അന്നും ഭയങ്കര സ്പീക്കിംഗ് അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ. ഞാൻ എങ്ങനെ സ്പീക്ക് ചെയ്യും എന്നുള്ളത്. അങ്ങനെ ജിനു മാമിന്റെ ഒരു റെക്കോർഡിംഗ് കേട്ടിട്ടാണ് ഞാൻ പോയത്. ഒരു പൗലോ കോളോടെ ഒരു കോട്ടൊക്കെ വെച്ചിട്ട് മാം പറഞ്ഞതാണ്, ഇതുവരെയുള്ളത് നിങ്ങൾ ഫുൾ പ്രിപ്പയർ ചെയ്തു, ഇനി എൻവയോൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി വഴി ഒരുക്കി തരും എന്നും പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു കോട്ടായിരുന്നു മാമിൻ്റെത്. അത് കേട്ടപ്പോഴത്തേക്കും ഞാൻ കുറെയൊക്കെ റിലാക്സ്ഡ് ആയി മാം. വളരെ സന്തോഷമുണ്ട്. എന്റെ കൂടെ എഴുതിയത് 3 ടൈംസ് 4 ടൈംസ് ഒക്കെ എഴുതി എന്റെ കൊളീഗ്സിന് കിട്ടിയിട്ടില്ലായിരുന്നു മാം. അവരോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഈ എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ നീതൂസിൽ ജോയിൻ ചെയ്യിപ്പിക്കും. അങ്ങനെ എല്ലാവർക്കും സ്കോർ കാർഡ് അയച്ചു കൊടുത്തോ? എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് മാം. വളരെ അടിപൊളി ഗംഗ, നന്ദിയുണ്ട് ഒരുപാട് മാം. സന്തോഷം അല്ലെ. ഗംഗയുടെ സംസാര രീതി തന്നെ ഡിഫറെന്റ് ആണ്. ആ പറയുന്ന ഓരോ കാര്യങ്ങളും അല്ലെ, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം അത് ഭയങ്കര കാര്യമായിട്ട് ആ പറയുന്നത് എൻജോയ് ചെയ്യുമായിരുന്നു. ഒരുപാട് സന്തോഷം ഗംഗ. അപ്പൊ വളരെ വലിയൊരു സ്റ്റോറിയാണ് അല്ലെ. 2021, 2022 നീതൂസിൽ ജോയിൻ ചെയ്യാൻ വന്നിട്ട് ആരാണ്ടൊക്കെ പറഞ്ഞു പേടിപ്പിച്ചിട്ട് എത്ര വർഷം, 2-3 വർഷം ചുറ്റിക്കറങ്ങി, എവിടെയും പോയില്ല. കുറെ സ്ഥലത്ത് പഠിച്ചു, പക്ഷെ എക്സാം എഴുതിയില്ല അല്ലേ? യെസ്, ഇല്ല മാം. അവിടെയൊക്കെ പഠിച്ചപ്പം എനിക്ക് തോന്നി ഇത് എഴുതിയാ എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പായിരുന്നു മാം. പക്ഷെ ഇവിടെ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും അങ്ങനെയാണ് ഞാൻ ഡേറ്റ് എടുത്തത് മാം. അടിപൊളി. യെസ്, അങ്ങനെ ഫൈനലി ഇവിടെ എത്തണമായിരുന്നു, എത്തി, കിട്ടി. ടുഡേ യു ആർ ദ വിന്നർ. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് മാം. എന്റെ ബാക്ക് ബോൺ എന്റെ അമ്മയാണ് മാം. അമ്മയാണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത്. ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു ഉണ്ടല്ലേ. അമ്മനെ അന്വേഷിച്ചെന്ന് പറ കേട്ടോ. ഓക്കെ, ഇങ്ങനെയുള്ള പേരൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റിയലി എ ഗിഫ്റ്റ് അല്ലേ? താങ്ക് യു സോ മച്ച്. യാ, വി വിൽ മൂവ് ഓൺ വിത്ത് സാന്തന. യെസ് സാന്തന, അടുത്ത ഓഫ്ലൈൻ സ്റ്റുഡന്റ്. യെസ് ഡിയർ, പറഞ്ഞേ. താങ്ക് യു മാമിനോടും പിന്നെ നീതൂസിലെ എല്ലാ ടീമിനോടും എനിക്ക് ഭയങ്കര താങ്ക് യു പറയാനുണ്ട്. ഓക്കെ മാം, ഞാൻ ഫ്രഷറാണ്, ഞാൻ പഠിച്ചിറങ്ങിയേ ഉള്ളൂ. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയത് ഞാൻ നീതൂസി വന്നുകൊണ്ട് മാത്രമാണ്. അവിടുത്തെ ട്രെയിനേഴ്സിന്റെ ട്രെയിനിങ്ങും പിന്നെ വന്ദന മാം, എമി മാം, പിന്നെ ലിസണിങ്ങിന്റെ എല്ലാ മാഡംസും, സ്പീക്കിങ്ങിന്റെയും റൈറ്റിങ്ങിന്റെയും. എനിക്ക് റൈറ്റിങ്ങിനാണെങ്കിൽ ആദ്യം ക്ലാസ് കിട്ടിയില്ല, അതുപോലെ ആബ്സെന്റ് ആയിരുന്നു. അങ്ങനെ നീതു മാം പിന്നെയും അത്രയും ബിസി ആയിട്ട് പോലും മാം പിന്നെയും വന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിരുന്നു. റൈറ്റിങ്ങിന്റെ ക്രൈറ്റീരിയ മൊത്തം, സ്പീക്കിങ്ങും ക്രൈറ്റീരിയ മൊത്തം എടുത്ത് തന്നിരുന്നു. മാമിന്റെ ഒക്കെ ഒരു സപ്പോർട്ട്, മാമിന്റെ ഒക്കെ മോട്ടിവേഷൻ ക്ലാസ് കാരണമാണ്, ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ കിട്ടിയാണ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയത്. മാമിനോട് ഭയങ്കര താങ്ക്സ് പറയാനുണ്ട്. അതുകൊണ്ട് എനിക്ക് സ്പീക്കിങ്ങിന് 400ഉം ലിസണിങ്ങിനും റൈറ്റിങ്ങിനും 360ഉം റീഡിങ്ങിനും 350 ആണ് മാം സ്കോർ. ഓക്കെ, എല്ലാ 4 മൊഡ്യൂളിനും ബി മേടിച്ചാണ് പാസ്സായിരിക്കുന്നത്. അതും സ്പീക്കിങ്ങിന് 400 ആണ് സ്കോർ. അടിപൊളി സ്കോർ. അപ്പൊ ഓടി ഇങ്ങ് പോരാ കേട്ടോ ഓഫ്ലൈനിലോട്ട്. യെസ്, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, യാ, നമുക്ക് കാണാം. യാ, വിൽ മൂവ് ഓൺ വിത്ത് സോണി. സോണി സാർ. യെസ് സോണി. മാം, എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇതെന്റെ 4th അറ്റംപ്റ്റ് ആണ് ശരിക്കും. 4th അറ്റംപ്റ്റ് ആണ്. യെസ്, അതില് ഞാനിപ്പോ റിപ്പീറ്റേഴ്സ് ബാച്ചില് ചേർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നീതൂസിന്ന് കിട്ടിയിട്ടുള്ള ഫസ്റ്റത്തെ 3 മന്ത് കോഴ്സില് കിട്ടിയിരിക്കുന്ന എല്ലാ ക്രൈറ്റീരിയ ബേസിലുള്ള എല്ലാ ക്ലാസ്സുകളും വെച്ചിട്ടാണ് ഇപ്പൊ കിട്ടിയ ഈ റിസൾട്ടിന്റെ റീസൺ എന്ന് പറയുന്നത്.
മുന്നേ എല്ലാരും പറഞ്ഞ പോലെ തന്നെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെന്നും ഇങ്ങനെ ഒരു എങ്ങനെയാണ് റൈറ്റിംഗിന്റെ ക്രൈറ്റീരിയ, ഇങ്ങനെയാണ് സ്പീക്കിങ്ങിന്റെ ക്രൈറ്റീരിയ, ഇങ്ങനെയാണ് റീഡിങ്ങിന്റെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, സ്കിമ്മിങ്, സ്കാനിങ്, അങ്ങനെ ഓരോ മെത്തേഡുകളും ഒന്നും അറിയണ്ടായിരുന്നില്ല. ജസ്റ്റ് പോയി എക്സാം എഴുതിയിരുന്നു. റൈറ്റിംഗും സ്പീക്കിങ്ങും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ റീഡിങ്ങിനും ലിസണിങ്ങിനും ഒന്നും ഇത്ര എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നില്ല. അത് ഓക്കെ. നീതൂസിന്റെ ഒരു കഴിവ് മാത്രമാണ്. ശരിക്കും നീതൂസ് ഒരു ബ്ലെസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ട്രൂ ട്രൂ. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല മാം. ഞാൻ ശരിക്കും ഇത് ഈ എക്സാം എഴുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി. അപ്പോ യെസ് മുമ്പേ പറഞ്ഞ പോലെ അല്ലെ, 2 അറ്റംപ്റ്റിലെ 3 അറ്റംപ്റ്റ്സിലൊക്കെ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇത്ര അല്ലെ നമ്മുടെ ലൈഫിലോട്ട് വന്ന ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലെ. യെസ്, ഇതൊരു വലിയൊരു മെസ്സേജ് ആണ് സോണി. നമ്മള് അല്ലെ ചെറിയ ഒരു വലിയ ലക്ഷ്യത്തിലോട്ട് പോകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളിൽ തട്ടി നമ്മൾ വീണ് പോവാം അല്ലെ. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് കയറി വരുമ്പോഴാണ് ആ വലിയൊരു സക്സസിലോട്ട് നമ്മൾ എത്തത്തുള്ളൂ. ഒരുപാട് സ്റ്റുഡൻസ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ 1 വട്ടം എഴുതി, 2 വട്ടം എഴുതി, 3 വട്ടം എഴുതി, മതി, നിർത്തി, കിട്ടത്തില്ല, നിനക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന അല്ലെ, അതൊക്കെ കേട്ട് വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഈ വിന്നേഴ്സ് മീറ്റ് ഒന്ന് കാണുന്നുണ്ട്. നിങ്ങളോടുള്ള മെസ്സേജാ സോണി പറഞ്ഞേ, ഇറ്റ് ഈസ് പോസിബിൾ. നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ശ്രമിക്കുക. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസിൽ, കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങിൽ, എക്സലന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ കൃത്യമായിട്ട് ചെയ്താൽ കിട്ടാതിരിക്കത്തില്ല. ഇത് കിട്ടും. ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ. അപ്പോ സോണി ഒരുപാട് താങ്ക്സ് ഫോർ ദിസ് ഇൻസ്പിറേഷൻ കേട്ടോ. താങ്ക് യു താങ്ക് യു മാം. താങ്ക് സോ യു മാം. മച്ച്. താങ്ക് യു സോ താങ്ക് യു മച്ച്. മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ. യെസ് അമൃത. യെസ് അമൃത. യാ, ഗുഡ് ഈവനിങ് മാം. ഇതെന്റെ ഗുഡ് ഫസ്റ്റ് ഈവനിങ്. അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. യെസ്. ആയിരുന്നു റീഡിങ്ങും സ്പീക്കിങ്ങും 360, റൈറ്റിംഗ് 350. ഫസ്റ്റ് അറ്റംപ്റ്റ് ശരിക്കും ആണ്. പറഞ്ഞാൽ സത്യത്തിൽ മടിയുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പം ആദ്യം ഇങ്ങനെ കോച്ചിങ്ങിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കും കൂട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞത് നീതൂസ് വേണ്ട, നീതൂസിൽ ഭയങ്കര പാടാണ്, ഡ്യൂട്ടിയും രണ്ടും കൂടെ പറ്റത്തില്ല എന്നുള്ള രീതിക്കായിരുന്നു എല്ലാരും പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്താണെങ്കിലും നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പറ്റുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉഴപ്പിപ്പോവെന്ന് എനിക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ജോയിൻ ചെയ്യുമായിരുന്നു. ജോയിൻ ചെയ്തു. അപ്പം ആദ്യം നൈറ്റിന്റെ സമയത്ത് എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് നൈറ്റിന്റെ സമയത്ത് കുറച്ച് പേടി ഉണ്ടായിരുന്നു, ഡ്യൂട്ടി ഈ ടൈമിങ്ങും എല്ലാം കൂടെ പറ്റുമെന്ന്. പക്ഷെ ദൈവം സഹായിച്ചതെല്ലാം പറ്റി. അടിപൊളി. യെസ്, ഫസ്റ്റ് ചാൻസിൽ പാസ് ആയതാണ്. അടിപൊളി. അപ്പൊ വീട്ടുകാരൊക്കെ എന്ത് പറയണു? എല്ലാരും ഹാപ്പി ആണോ? എല്ലാരും ഹാപ്പിയാണ്. യെസ്, എല്ലാരും സൂപ്പർ എക്സൈറ്റഡ് ആണ് അല്ലേ? ഓക്കെ, അതെ. ഒരുപാട് സന്തോഷം അമൃത. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. ഓക്കെ, യെസ്, താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു സോ മച്ച്. വീണ്ടും വളരെ അല്ലെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, വളരെ പോസിറ്റീവ് വൈബോട് കൂടിയ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത ഒരു വിന്നേഴ്സ് മീറ്റ് നമ്മളിപ്പോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു വിന്നേഴ്സ് മീറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴും എനിക്ക് സംസാരിക്കാനുള്ളത്, ഇതിലെ വിന്നേഴ്സിന് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്, ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. ഇനി പറയാൻ പോണത് ഈ വിന്നേഴ്സ് മീറ്റ് വാച്ച് ചെയ്യുന്ന നിങ്ങളോടാണ്. അടുത്തത് ഇതുപോലെ വിന്നേഴ്സ് മീറ്റിൽ വന്നിരിക്കാനുള്ളത് നിങ്ങളാണ്. നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് അത് സാധിക്കും. പല കാരണങ്ങൾ കൊണ്ട് വേണ്ട, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നൊക്കെ ചിന്തിച്ച് മാറി നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരോടാണ് പറയാനുള്ളത്, ഇറ്റ് ഈസ് പോസിബിൾ. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് എടുക്കുക. ഞങ്ങളുണ്ട് കൂടെ. ഞങ്ങൾ 110% ഇൻവെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. ഇഫ് യു ആർ വില്ലിംഗ് ടു ഗിവ് us your 100%. Okay, yes, so thank you so much. So for the winners, once again congratulations. അപ്പം നമ്മുടെ ജേർണി ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ബാക്കിയുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളും നടക്കട്ടെ. നിങ്ങള് നിങ്ങളുടെ ഡ്രീം കൺട്രിയിൽ ചെന്ന് ഇറങ്ങി അല്ലെ, യെസ്, അവിടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്ന നിങ്ങളുടെ കൂടെയുള്ളവരെ, നിങ്ങളുടെ പാർട്ട്നേഴ്സ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അവിടെ വന്ന് ഇറങ്ങി അവരെ റിസീവ് ചെയ്യുന്ന റീലിന്റെ ലിങ്ക് എന്റെ വാട്സപ്പിൽ വരുന്നത് വരെ വി ഓൾ ആർ വെയിറ്റിംഗ്. ഓക്കെ, സോ പ്രോസസ്സിംഗ് ഒക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. താങ്ക് യു സോ മച്ച്.